ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അഖിൽ മാരാറും നമ്മുടെ സിബിനും കൂടി ബിഗ് ബോസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടത്തിയിരിക്കുകയാണ്. അവരൊരു രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് നടത്തിയത്. പല തെളിവ് സഹിതം സിബിൻ അത് പറയുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പല തെളിവ് സഹിതം എന്ന് വെച്ചാൽ സിബിൻ അവിടെ ഇതുണ്ടായിരുന്നല്ലോ, സിബിന് ഒരു മരുന്ന് കൊടുത്തായിരുന്നു. മരുന്ന് അതെന്ത് മരുന്നാണ്, അതെന്തിനാണ് ആ മരുന്ന് കൊടുത്തത് എന്നതിനെക്കുറിച്ചെല്ലാം തെളിവ് സഹിതം. അപ്പോൾ സിബിൻ അത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ്. കോടതി പോലീസിൽ കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അത് കോടതിയിലേക്ക് കേസ് പോകും എന്നും സിബിൻ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് തന്നെ അറിയാം സിബിൻ പുറത്തായത് എങ്ങനെയാണെന്നും സിബിനെ പുറത്താക്കിയത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാം. അതേക്കുറിച്ച് ഞാൻ പറയേണ്ട ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അഖിൽ മാരാറും അദ്ദേഹം പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയുണ്ടായി. പല ആളുകളുടെയും ഫോൺ സംഭാഷണം, അവിടെയുള്ള അവരുടെ സംസാരിക്കുന്ന ഫോൺ സംഭാഷണം, ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമൊക്കെ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. സിബിനും അത് അഖിൽമാരുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം? ഇവർ പറയുന്നതാണോ ബിഗ് ബോസിലാണോ ശരിയെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. എനിക്ക് തോന്നുന്നത് ഇവർ ഇത്രയും തെളിവ് സഹിതം ചെയ്തിട്ടും ബിഗ് ബോസിലുള്ളവർ അവർക്കെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന സംഭവം നേരെ ഒന്നല്ലേ? അല്ല, എന്തുകൊണ്ട് അവർ ഞങ്ങളെ ഇതുപോലെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മാനനഷ്ട കേസിന് കൊടുക്കായിരുന്നു. പക്ഷെ അവർ ചെയ്യുന്നില്ല ബിഗ് ബോസിലുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ടാണ് പോയി കഴിഞ്ഞാൽ അവർ തന്നെ കുടുങ്ങും. അതുകൊണ്ടാണ് ഇപ്പം ഉടനെ സിവിൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ് എന്നറിഞ്ഞത്. അപ്പം സിവിൻ അതിൻ്റെ ഉള്ള എല്ലാ രേഖകളും അവിടെ കൊണ്ടുവന്നായിരുന്നു. അതുപോലെ തന്നെ അഖിൽമാരാർ ഒരുപാട് കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയത്, ഭീഷണിപ്പെടുത്തുന്നതും ഒരുപാട് ഫോൺ സംഭാഷണങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ടായി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ്റെ ഇൻസ്റ്റയോ ചേട്ടൻ്റെ വാട്സപ്പ് നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വാട്സപ്പിൽ നമുക്ക് നമ്പർ ഇതിലൂടെ തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ബിഗ് ബോസിന് സംബന്ധമായ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാം. ഇൻസ്റ്റയിലേക്ക് ഫോളോ ചെയ്യണം. നിങ്ങൾ എൻ്റെ ലോഗോ ഉണ്ടല്ലോ ചാനലിൻ്റെ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇൻസ്റ്റയുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനോട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. താങ്ക് യു. ബൈ.